യേശുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 10-ാം തിരുവചനത്തില് ദൈവമായ കർത്താവ് നമ്മൾ ഇപ്രകാരം പറയുകയാണ്: നിന്നോട് കരുണയുള്ള കർത്താവ് അരുളിച്ചെയ്യുന്നു, മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകനിലൂടെയാണ് ദൈവമായ കർത്താവ് നമ്മളോട് ഇത് പറയുക. എനിക്ക് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 31-ാം അധ്യായം 3-ാം തിരുവചനത്തിലൂടെ വീണ്ടും ദൈവമായ കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്: വിദൂരത്തിൽ നിന്നും കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളിച്ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നുള്ള വിശ്വസ്തത അചഞ്ചലവും. യോഹന്നാൻ ശ്ലീഹ നമ്മൾ ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവം സ്നേഹമാണ് എന്ന് യോഹന്നാൻ ശ്ലീഹ നമ്മളോട് പറയുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര പാപിയാണെങ്കിലും ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ എത്ര പാപിയാണെങ്കിലും ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവം സ്നേഹമാണ്. പലരും ചോദിക്കുന്നുണ്ട്, ഞാൻ കടുത്ത പാപിയാണ്, എന്നാലും ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, ദൈവം എന്നെ ഇത്രമാത്രം കരുതുന്നുണ്ടല്ലോ എന്നൊക്കെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് കുറച്ച് വിശ്വസിക്കാം. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, കാരണം ദൈവം സ്നേഹമാണ്. ദൈവത്തിന് നമ്മളോട് ഒത്തിരി സ്നേഹമുണ്ട്. ഈ ഭൂമിയിൽ സ്നേഹത്തിന് എന്തൊക്കെ അർത്ഥങ്ങൾ കൊടുത്താലും, ഏത് സ്നേഹം വെച്ച് അളന്നാലും ദൈവത്തിൻ്റെ സ്നേഹം നമുക്കൊരിക്കലും അറിയാൻ പറ്റത്തില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 49-ാം അധ്യായം 15-ാം തിരുവചന പ്രകാരം പറയുന്നുണ്ട്: മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് ദൈവമായ കർത്താവ് നമുക്ക് ഉറപ്പ് തരികയാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ പരാതി പറയാറുണ്ട്. നമ്മളെ ഓർക്കണമെന്ന് ആഗ്രഹിക്കുന്ന പലരും നമ്മുടെ ആവശ്യഘട്ടങ്ങളിൽ നമ്മളെ ഓർക്കാറില്ല എന്ന കാര്യം. നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പലരും നമ്മെ ആവശ്യഘട്ടങ്ങളിൽ നമ്മളെ സഹായിക്കാറില്ല. അത് നമ്മൾക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മളുടെ സ്നേഹം അചഞ്ചലമാണ്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ ആരെന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മൾ രോഗക്കിടക്കയിലോ വയ്യാത്ത അവസ്ഥയിലോ ഒക്കെ ആയിരിക്കുമ്പോൾ നമ്മളെ വന്ന് കാണുകയോ നമ്മളുടെ ആശ്വാസ വാക്കുകൾ പറയുകയോ നമ്മെ സമാധാനിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് അവർ യഥാർത്ഥ സുഹൃത്തുക്കൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഒരു കാര്യമുണ്ട്. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നുണ്ട്, മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ്. മനുഷ്യൻ ആശ്രയിച്ചാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന അത്ര കാര്യങ്ങൾ നമുക്ക് കിട്ടത്തില്ല. ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സമാധാനം ഉണ്ടാവും. മനുഷ്യരെ ആശ്രയിച്ചാലോ ഫലമോ നിരാശയായിരിക്കും നമുക്ക് കിട്ടുക. എന്നാൽ ആരൊക്കെ മറന്നാലും, പ്രതീക്ഷിച്ചവർ മാറിപ്പോയാലും നമ്മെ ഓർക്കുക മാത്രമല്ല, നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ ജീവിതത്തിലുള്ളത്. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും പുതിയ പ്രതീക്ഷകളാണ് നമുക്ക് തരിക. ദൈവം മാത്രമാണ് പക്ഷപാതമില്ലാത്തവൻ. ആര് മറന്നാലും മറക്കാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. 1 യോഹന്നാൻ 3:1 പറയുന്നുണ്ട്: കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവിടുന്ന് നമ്മോട് കാണിച്ചത്. ദൈവമക്കളാണെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെ തന്നെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. ഒരു കുട്ടിയുടെ അമ്മ ആ കുട്ടിയെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? പ്രിയപ്പെട്ടവരെ, ആ കുട്ടിയുടെ അമ്മ ആ കുട്ടിയെ കയ്യിലെടുത്ത് അതിനെ ലാളിക്കുന്നു, അതിന് ഭക്ഷണം വാരിക്കൊടുക്കുന്നു, അതിനെ ഉമ്മ വയ്ക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ആ കുട്ടി മനസ്സിലാക്കുക, എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നു എന്ന്. അതുപോലെ തന്നെ ഒരു പക്ഷിക്കുഞ്ഞ് അതിൻ്റെ തള്ളപ്പക്ഷി അതിനെ സ്നേഹിക്കുന്നു എന്നെങ്ങനെയാണ് മനസ്സിലാക്കുക? ആ തള്ളപ്പക്ഷി ദൂരേക്ക് പറന്നുപോയി അത് ദൂരെ എവിടെയെങ്കിലും ചെന്ന് പക്ഷിക്കുഞ്ഞിന് കൊടുക്കുവാൻ തീറ്റ കണ്ടെത്തി അത് അതിൻ്റെ വായിൽ ശേഖരിച്ച് തിരികെ അത് പക്ഷിക്കൂട്ടിലേക്ക് പറന്നെത്തി തന്നെ കണ്ട് വാ വിളിച്ച് കരയുന്ന ആ പക്ഷിക്കുഞ്ഞിൻ്റെ വായിലേക്ക് തൻ്റെ വായിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ ഭക്ഷണ സാധനം വെച്ച് കൊടുക്കുമ്പോൾ അത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് മനസ്സിലാകും, എൻ്റെ അമ്മ, എൻ്റെ തള്ളപ്പക്ഷി എന്നെ സ്നേഹിക്കുന്നു എന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പലരും പറയും ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല. ദൈവം എന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ഇത്രമാത്രം സഹനം അനുഭവിക്കേണ്ടി വരികയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, സ്നേഹമുള്ളിടത്തേ സഹനമുള്ളൂ, സഹനമുള്ളിടത്തേ സ്നേഹമുള്ളൂ. ഈ രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അറിവില്ലായ്മയാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു ഇല്ല എന്നൊക്കെ പറയാൻ കാരണം. നമ്മുടെ അറിവില്ലായ്മയാണ് നമ്മെ പ്രേരിപ്പിക്കുന്ന, നമ്മെ ദൈവം സ്നേഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ എന്നുള്ളതിൻ്റെ തെളിവാണ് കർത്താവിൻ്റെ പീഡാസഹനങ്ങളിൽ നമ്മെ കർത്താവ് പങ്കുകാരാക്കുക. അപ്പോൾ നമ്മളൊന്ന് വിചാരിക്കണം, ദൈവം നമ്മെ സ്നേഹിക്കുന്നു.
ദൈവം നമ്മെ അതിരിട്ട് സ്നേഹിക്കുന്നുണ്ട്. നമുക്കറിയാം ധൂർത്തപുത്രൻ്റെ കഥ നമുക്കറിയാം. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രൻ അവൻ തൻ്റെ പിതാവിൻ്റെ പക്കൽ നിന്നും അവന് അവകാശപ്പെട്ട വസ്തു വാങ്ങി അത് വിറ്റ് അവൻ ആ നാട്ടിൽ നിന്നും പുറപ്പെടുന്നുണ്ട്. ആ നാട്ടിൽ നിന്നും അവൻ പുറപ്പെട്ടിട്ട് അവൻ ചെന്ന നാട്ടിൽ അവൻ തെറ്റായ രീതിയിലെല്ലാം ജീവിച്ചു. അവിടെ ഒരു ക്ഷാമം വന്നപ്പോൾ അവൻ്റെ കയ്യിൽ പൈസയില്ലാതായി. അവനൊരു പന്നിക്കൂട്ടിൽ അഭയം തേടുന്നു. അവിടെ നിന്ന് അവന് സുബോധമുണ്ടായി. അവൻ തൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുന്നുണ്ട്. അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുമ്പോൾ അപ്പൻ അവനെ ഓടിച്ചെന്ന് സ്വീകരിക്കുന്നുണ്ട്. അവൻ്റെ വീട്ടിൽ അവന് വലിയ സദ്യ ഒരുക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് മൂത്ത മകൻ ഭവനത്തിലേക്ക് കടന്നു വരുന്നു. അവൻ ഈ ആഘോഷങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അവൻ്റെ വീട്ടിലേക്ക് കയറി വരാതെ വെളിയിൽ നിൽക്കുമ്പോൾ അപ്പൻ ഓടിച്ചെന്ന് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നു, എൻ്റെ അപ്പൻ ഞാൻ നിൻ്റെ അടിമയായി ദാസ്യവൃത്തി ചെയ്തിട്ട് നീ എനിക്ക് ഒരു കുഞ്ഞാടിനെ ഭക്ഷണം കഴിക്കാനായിട്ട് അതിനെ പാകം ചെയ്ത് തന്നില്ല. എന്നാൽ ധൂർത്തനായ മകൻ പോയപ്പോൾ അവൻ തിരിച്ചു വന്നപ്പോൾ അവൻ കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് ഭക്ഷണമൊരുക്കി എല്ലാവരെയും വിളിച്ച് ഭക്ഷണമൊരുക്കി. നീ എന്നാൽ എനിക്ക് വേണ്ടി അതൊന്നും ചെയ്തില്ല. അപ്പോൾ ആ പിതാവ് മകനോട് പറയുന്നുണ്ട്, മകനെ, എനിക്കുള്ളതെല്ലാം നിൻ്റേതല്ലേ, നീ ഞാനും ഒന്നല്ലേ, നിൻ്റേതെല്ലാം എൻ്റേതുമല്ലേ എന്ന് അപ്പൻ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം അനന്തമാണ്. ആ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോയ്ക്ക് സ്തുതി.